59ാമത് ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ ഇതുവരെ 2 ദേശീയ റെക്കോർഡുകളാണ് പിറന്നത്. അത് രണ്ടും കേരളം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്ന് ദേശീയ റെക്കോർഡോടെ കേരളത്തിന്റെ ഈ അത്ലറ്റിക് മീറ്റിന്റെ താരമായത് ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി KS അനന്തുവാണ്. സബ് ജൂനിയർ ആൺകുട്ടികളുടെ ഹൈജമ്പിൽ ദേശീയ റെക്കോർഡോടെയാണ് KS അനന്തു വിജയിച്ചിരിക്കുന്നത്, സ്വർണം നേടിയിരിക്കുന്നത്. അനന്തുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 1.56 മീറ്റർ ചാടിയാണ് അനന്തു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണം നേടിയത്. എന്നാൽ ഇത്തവണ അത് വലിയ രീതിയിലുള്ള ഒരു പുരോഗതിയിലേക്കാണ് എത്തിയത്. അനന്തുവിനോട് തന്നെ ചോദിക്കാം. അനന്തുവിന്റെ ഈ വളർച്ചയെ കായിക കേരളവും ഇന്ത്യൻ കായിക ലോകവും വളരെ പ്രതീക്ഷയോടെയാണ് നോക്കുന്നത്. അനന്തു, എങ്ങനെയായിരുന്നു മത്സരം? എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നുണ്ടോ? ദേശീയ റെക്കോർഡിൽ വളരെയധികം സന്തോഷമുണ്ട്. കോമ്പറ്റീഷന് ആളുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അധികം ഒന്നും തോന്നിയില്ല. ജമ്പിന്റെ ഹൈറ്റ്, പിന്നെ അവിടുന്ന് എറണാകുളത്ത് നിന്ന് പോരുമ്പോൾ തന്നെ ഉറപ്പുണ്ടായിരുന്നു 189 ഇവിടെ ചെയ്യുന്ന ക്ലൈമറ്റ് ഒക്കെ നല്ലതാണെങ്കിൽ. അപ്പൊ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു ഈ നേട്ടം. ആർക്കാണ് അനന്തു നന്ദി പറയുന്നത്? ആരാണ് അനന്തുവിന്റെ ഈ വളർച്ചയ്ക്ക് അനന്തു ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ആരോടാണ്? എന്റെ സാറിനോടും പിന്നെ ശ്രീനിധേട്ടനോടാണ് അധികം കൂടുതൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. സാറുമാരും ശ്രീനിധേട്ടനൊക്കെയാണ് ഇന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളത്. അനന്തുവിന്റെ സ്വപ്നം എന്താണ്? ഇനി ഇപ്പൊ സബ് ജൂനിയർ തലത്തിലാണ് ഇപ്പോൾ ഉള്ളത്, ജൂനിയർ സീനിയർ, ഇനി ഒരു വലിയ അത്ലറ്റ് ആവാനുള്ള ഒരു സ്വപ്നത്തിൽ തന്നെയാണോ അനന്തു ഇപ്പോഴുള്ളത്? ജൂനിയറിൽ ഇതേ ജമ്പൊക്കെ ചെയ്യാനാണ് എന്റെ ആഗ്രഹം. ഇതിനായിട്ട് ഒന്നുകൂടി മെച്ചപ്പെടുത്തണം എന്നാണ് ആഗ്രഹം. ഇപ്പോൾ നമ്മോടൊപ്പം അനന്തുവിന്റെ പ്രിയപ്പെട്ട കോച്ച് നെൽസൺ മാഷും ഇപ്പോൾ നമ്മളുണ്ട്. അനന്തുവിന്റെ വളർച്ചയിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ചത് നെൽസൺ മാസ്റ്ററാണ്. നെൽസൺ മാസ്റ്റർ, എങ്ങനെയാണ് അനന്തുവിന്റെ ഈ പ്രകടനത്തെ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും നല്ല മികച്ച പ്രകടനം തന്നെയാണ്. നമ്മുടെ ഈ മോശമായ ക്ലൈമറ്റ് നമുക്ക് പറയാം. നമ്മളെ കേരളത്തെ വെച്ചിട്ട് ഒരു നേരെ ചേഞ്ച് ക്ലൈമറ്റിലേക്ക് വന്ന സാധാരണ കുട്ടികളൊക്കെ, പ്രത്യേകിച്ച് പിന്നെപ്പോഴുള്ള കുട്ടികൾ ആദ്യമായിട്ടൊക്കെ ഇത്തരത്തിലുള്ള സ്ഥലത്തേക്ക് വരുന്നത്. അപ്പം ആ മോശമായ ക്ലൈമറ്റിൽ നിന്ന് നമ്മുടെ കുട്ടിക്ക് അനന്തുവിന് ഇത്രയും മികച്ച പ്രകടനം ചെയ്തതിൽ വളരെ സന്തോഷമാണ്. മികച്ച പ്രകടനം തന്നെയായിരുന്നു അനന്തു ചെയ്തത്. അപ്പൊ എങ്ങനെയാണ് അനന്തുവിന്റെ ഭാവി എങ്ങനെയാണ് കാണുന്നത്? അത് തീർച്ചയായിട്ടും നല്ല ഫ്യൂച്ചറുള്ള കുട്ടികൾ. നമുക്ക് നേരത്തെ താങ്കൾ പറഞ്ഞ തന്നെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ മെഡലൊക്കെ ഭാവിയിൽ എത്രയും അധികം വൈകാതെ തന്നെ ഒരു ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടാൻ കിട്ടാവുന്ന രീതിയിൽ ഉയരാൻ സാധ്യതയുള്ളൊരു നല്ല ടാലന്റ് അത്ലറ്റ് തന്നെയാണ് അനന്തു. അതിന്റെ ഒക്കെ തുടക്കം തന്നെയാണ് ഇവിടെ കാഴ്ചവെച്ചത്. അത്ര നല്ല ഒരു വ്യത്യാസം, 156 നിന്ന് ഒരു 10 മാസം കൊണ്ട് ഒരു 33 സെന്റിമീറ്ററൊക്കെ വ്യത്യാസം വരാന്ന് പറഞ്ഞാൽ ആ ടാലൻസ് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. ക്ഷീണിച്ച മോഹൻ ഇതേപോലെ ഒരു ടാലന്റുള്ള കുട്ടി തന്നെയായിരുന്നു. അപ്പോൾ കേവലം ഒരു ദേശീയ റെക്കോർഡ് എന്നതല്ല, അനന്തുവിനെ ഒരു ഭാവിയിലെ ഇന്ത്യൻ കായിക രംഗത്തിന്റെ ഒരു ഭാവി പ്രതീക്ഷയായിട്ട് തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. ഏതായാലും ബിർസ മുണ്ട സ്റ്റേഡിയത്തിൽ 2ാം ദിവസവും അത്ലറ്റിക് മീറ്റ് പുരോഗമിക്കുമ്പോൾ കേരളം ശക്തമായ മുന്നേറ്റം നടത്തുകയാണ്. ഈ ഒരു ഇനത്തിൽ കൂടാതെ ഇന്ന് 2 സ്വർണം വേറെയും കേരളം നേടിക്കഴിഞ്ഞു. ഇനിയും 400 മീറ്റർ ഫൈനൽ മത്സരങ്ങൾ വരാനിരിക്കുന്നു. അതിലും കേരളത്തിന് വലിയ സ്വർണ്ണ പ്രതീക്ഷകളാണുള്ളത്. ബിർസ മുണ്ട സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ പ്രമോദിനോടൊപ്പം സവാദ് മുഹമ്മദ്, മീഡിയ 1.